തിരുപ്പതി ദർശനം സുഗമമായി നടത്താൻ മുൻകൂട്ടി ടിക്കറ്റുകൾ ബുക്ക് ചെയ്യാം. തിരുമല തിരുപ്പതി ദേവസ്ഥാനം TTD ആപ്പ് വഴി സ്പെഷ്യൽ എൻട്രി ദർശൻ ടിക്കറ്റ് ഒരാൾക്ക് 300 രൂപ വെച്ച് ആണ് ബുക്ക് ചെയ്യേണ്ടത്. ഈ ആപ്പിൽ നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്തു വെച്ചാൽ എന്നു മുതലാണ് ടിക്കറ്റ് ബുക്കിംഗ് ചെയ്തു തുടങ്ങേണ്ടത് എന്ന് നോട്ടിഫിക്കേഷൻ വഴി അറിയിപ്പ് വരും. സാധാരണയായി മാസത്തിലെ 20-25 തീയതിക്കിടയിലാണ് നോട്ടിഫിക്കേഷൻ വരിക. പ്രസ്തുത ദിവസം രാവിലെ 10 മണി മുതൽ ആണ് ബുക്കിംഗ് ആരംഭിക്കുക. മിക്കവാറും 10 മിനിറ്റിനുള്ളിൽ തന്നെ 1 മാസത്തേക്കുള്ള ടിക്കറ്റ് ബുക്കിംഗ് കഴിയും. അതിനാൽ തന്നെ ആധാർ നമ്പറും പേരും വയസ്സും ഒക്കെ 10 മണിക്ക് മുമ്പായി തയ്യാറാക്കി വയ്ക്കണം. 6 പേർക്കുള്ള ടിക്കറ്റ് മാത്രമേ അറ്റ് എ ടൈമിൽ ബുക്ക് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. 12 വയസ്സിനു താഴെയുള്ള കുട്ടികൾക്ക് ടിക്കറ്റ് എടുക്കേണ്ട ആവശ്യമില്ല. 300 രൂപയുടെ ഓരോ ടിക്കറ്റിനും 1 ലഡ്ഡു സൗജന്യമായി ലഭിക്കും. പിന്നെ അഡീഷണൽ ലഡ്ഡു എത്ര വേണമെങ്കിലും ആപ്പിൽ തന്നെ ഓർഡർ കൊടുക്കാവുന്നതാണ്. അതിന് അഡീഷണൽ പേയ്മെന്റ് നടത്തണം എന്നു മാത്രം. തിരുപ്പതി ദർശന വേളയിൽ വേണമെങ്കിലും 50 രൂപയ്ക്ക് 1 ലഡ്ഡു എന്ന വിധത്തിൽ വാങ്ങുവാനും സാധിക്കും. സ്പെഷ്യൽ എൻട്രി ടിക്കറ്റ് എടുത്തവർക്ക് മാത്രമേ തിരുമലയിലെ മഠങ്ങളിൽ ഓൺലൈനായി താമസ സൗകര്യം ബുക്ക് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അതിനായി TTD ആപ്പ് വഴി അന്നേ ദിവസം 3 മണി മുതൽ ബുക്ക് ചെയ്യാവുന്നതാണ്. അക്കോമഡേഷൻ കിട്ടാൻ കോഷ്യൻ ഡെപ്പോസിറ്റായി 501 രൂപയും ഒരാൾക്ക് താമസത്തിന് 50 രൂപ വെച്ചും അടയ്ക്കണം. 1 ദിവസത്തേക്കാണു താമസം ലഭിക്കുക. താമസശേഷം 501 രൂപ 4 ദിവസത്തിനുള്ളിൽ തന്നെ നമ്മുടെ അക്കൗണ്ടിൽ തിരിച്ചു വരുന്നതായിരിക്കും. തിരുമല മഠത്തിൽ താമസിക്കുന്നവർക്ക് പാർക്കിംഗ് സൗകര്യം ലഭ്യമായിരിക്കും. അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയ ഒരു മുറിയാണ് ലഭിക്കുക. അതിൽ 2 കിടക്കകളും ഉണ്ടായിരിക്കും. തിരുപ്പതി ദർശനത്തിന് സ്പെഷ്യൽ എൻട്രി ദർശനം തിരഞ്ഞെടുക്കുന്നതായിരിക്കും ഉത്തമം. സർവദർശൻ വഴിയായി നേരിട്ടും ദർശനം നടത്താം. പക്ഷേ ചില സന്ദർഭങ്ങളിൽ ദർശനത്തിന് കൂടുതൽ സമയം കാത്തിരിക്കേണ്ടതായി വരും. തിരുപ്പതി ദർശനം നടത്തുന്ന പുരുഷന്മാർക്ക് മുണ്ട്, ഷർട്ട്, കുർത്തകൾ എന്നിവ ധരിക്കാം. സ്ത്രീകൾക്ക് സാരി, ഹാഫ് സാരി, ചുരിദാർ തുടങ്ങിയ ട്രഡീഷണൽ വസ്ത്രങ്ങളും ധരിക്കാം. വാട്ടർ ബോട്ടിൽ, ഹാൻഡ് ബാഗ് തുടങ്ങിയവ ക്ഷേത്രത്തിനുള്ളിൽ പ്രവേശിപ്പിക്കാം. പക്ഷേ ചെക്കിംഗ് ഉണ്ടാകുമെന്ന് മാത്രം. മൊബൈൽ ഫോൺ, ഇലക്ട്രോണിക് ഐറ്റംസ് എന്നിവ ക്ഷേത്രത്തിനുള്ളിൽ പ്രവേശിപ്പിക്കാൻ പാടില്ല. തിരുപ്പതി ദർശനത്തിന് പോകുന്ന ഭക്തർ പ്ലാസ്റ്റിക് ഐറ്റംസ് കഴിവതും ഒഴിവാക്കുന്നതായിരിക്കും ഉത്തമം.